ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് കേരളത്തിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിലും കേരളവുമായി ബന്ധപ്പെട്ട കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ PSC എക്സാമിന് LDC, LP, UP എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ PSC ബുള്ളറ്റുമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നും തന്നെ ഒഴിവാക്കാനില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറുമാണ്. രണ്ടും ഓർത്തിരിക്കുക. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗറാണ് തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശ്ശൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടി പാലം വാഗമണ്ണിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടി പാലം വാഗമണ്ണ്. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിന് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നാണ്. നമ്മൾ കഴിഞ്ഞ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിന് ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി M. ജോർജാണ്. ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി M. ജോർജ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333 രൂപയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333 രൂപ. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരമാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ് ആണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ് ആണ്. ഇത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. അടുത്തിടെ കേരളത്തിലെ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം, കോഴിക്കോടാണ്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം, കോഴിക്കോട്. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടക്കലാണ്. റിൻഷ പട്ടക്കൽ. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസി ആയ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടക്കലാണ്. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയനാണ്. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി സാഗർമാല. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി സാഗർമാല. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ-സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ-സേവ.
കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജമാണ്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയമാണ്. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയം. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? വിഴിഞ്ഞമാണ്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം എഴുത്തോല. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം എഴുത്തോല. സംവിധാനം സുരേഷ് കൃഷ്ണൻ, സംഗീത സംവിധാനം മോഹൻ സിത്താര. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്തു നിന്നും റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞ ചോദ്യമാണിത്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്ക്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മിഷൻ ഇന്ദ്രധനുഷ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മിഷൻ ഇന്ദ്രധനുഷ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ക്ടെയിൽ. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ക്ടെയിൽ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 23-24 വർഷത്തെ സ്കൂൾ കായിക മേളയ്ക്ക് വേദിയായ ജില്ല തൃശ്ശൂർ. 2023-24 വർഷത്തെ സ്കൂൾ കായിക മേളയ്ക്ക് വേദിയായ ജില്ല തൃശ്ശൂർ. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരി. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏതു ജില്ലയിലാണ്? എറണാകുളം. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏതു ജില്ലയിലാണ്? എറണാകുളം.
ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം മിഷൻ സേഫ് ബ്രത്ത്. ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം മിഷൻ സേഫ് ബ്രത്ത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴയിലാണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ ജില്ലയിലാണ്. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രീഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യ, ഫ്രാൻസ്. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും. ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ ഇമ്പോർട്ടൻ്റ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. കലാസാഹിത്യം എന്ന ഭാഗത്ത് ചോദിക്കുക. സംവിധാനം ജയരാജാണ്. പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഏതാണ്? INS ദ്രോണാചാര്യ കൊച്ചിയിലാണ് കേട്ടോ. നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണ്. നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസർ ഇന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസർ ഇന്ദ്ര. കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് സൂര്യാംശു. കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് സൂര്യാംശു. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂര്. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നവകിരണം. കേരളത്തിലെ അങ്കണവാടികളെ ഊർജം സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി അങ്കൻ ജ്യോതി. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രം കുട്ടി യോദ്ധാവ്. സംവിധാനം കലന്തൻ ബഷീറാണ്. കലന്തൻ ബഷീർ. അടുത്തത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എല്ലാവർക്കും അറിയാം. ഏതാണ്? ഇടുക്കി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറിച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തായി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക്, മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം കേരളത്തിന് ലഭിച്ചതെന്ന് ഓർക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കോബാങ്ക് ആണ്. കോബാങ്ക് ഓർത്തിരിക്കാം. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ്. ക്രിസ്റ്റോഫ് സനൂസി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് തടവ്. സംവിധാനം ഫാസിൽ റസാഖ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആട്ടമാണ്. സംവിധാനം ആനന്ദ് ഏകർഷി.
വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ്? ഫ്ലോറ ഫാൻറ്റസി, വളാഞ്ചേരി, മലപ്പുറം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി ഉജ്ജീവനം. കേരളത്തിലെ ആദ്യ നെറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ 1ാമത്. നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹിയു ആണ്. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡ്. കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം, ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താലി, ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്, ഔദ്യോഗിക മൃഗം കാൻഡോസ് ജയന്റ്, സോഫ്റ്റ് ഷെൽ ടർട്ടിൽ എന്നും അല്ലെങ്കിൽ ശുദ്ധജല ആമ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? നേപ്പാൾ. ഇമ്പോർട്ടൻ്റ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ, കണ്ണൂരാണ്. കണ്ണൂർ. VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഒരു സമര നൂറ്റാണ്ട്. ഇമ്പോർട്ടൻ്റ്. പുസ്തകം പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം VSAT ആണ്. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ് UDF സ്ഥാനാർത്ഥിയായിട്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം, തിരുവനന്തപുരത്താണ്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി, എറണാകുളം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി സ്പേസ്. ഇമ്പോർട്ടൻ്റ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി സ്പേസ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0 എന്നത്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ബാലമിത്ര 2.0. കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം എന്നത്. സ്ത്രൈണം. അപ്പോൾ ഇത്രയും നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അടുത്തത് നമുക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എങ്കിലേ കൂടുതൽ വീഡിയോസ് ഊർജ്ജസ്വലമായിട്ട് ഇടാൻ എനിക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.